നീ അടലോ പറയും. ഞാനവളെ പ്രേമിക്കുന്നു സാർ. എടാ നീ ഒരു കാമുകനല്ലേ, നെഞ്ചങ്ങട്ട് വിരിയട്ടെ വിരിയട്ടെ. മൊട്ടേന്ന് വരിയാത്ത ചെക്കൻ്റെ അടുത്തല്ലേ നെഞ്ചു വിരിക്കാൻ പറയണത്. നടത്തിൽ നിന്ന് തന്നെ അർത്ഥം മാറ്റാൻ സാറിന് കഴിയൂല സാർ. ഈ കത്തി എനിക്ക് വേണ്ട സാർ. അയ്യോ എനിക്ക് സമ്മാനം കിട്ടിയ പേന. എന്റെ അമ്മച്ചി. എടാ കുരുത്തം കെട്ടവനെ, നീ കത്തിക്കോരെ എന്റെ പേനാണോ എടുത്തോണ്ടേ. ഓടാ അവന്റെ ഒരു മിമിക്രി മോൾ. എന്ത് പ്രശ്നം ഉണ്ടായാലും ഞങ്ങളുടെ കൂടെ നിൽക്കൂടെ. ഉമ്മടക്കുന്നതിന് മുമ്പ് വെച്ചു പോയാ. എടാ ഒരു 4:52 5 കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് എയർപോർട്ടിലേക്ക് ഇറങ്ങണം. അതെന്തൊരു ടൈമാണ്? 4:52. എടാ 5 4 9 9 2 11 1 1 2 5 ലക്കി നമ്പർ 2. ഇനി നമ്പർ 2 എന്റെ ലക്കി നമ്പറാണ്. എപ്പോഴും നമ്പർ 2 കഴിഞ്ഞാൽ ഭയങ്കര ആശ്വാസമാണ്. എന്നാടാ നീ നന്നാവണേ. ആ നമ്പർ 2 അല്ല, ലക്കി നമ്പർ 2. എന്തിനാ? അല്ല നീയല്ലേ പറഞ്ഞ ആട്ടു. ഓ ഭയങ്കര ഡിൻഡു കോമഡി. ഇങ്ങനെ കാണിക്കാൻ പോച്ചട പട്ടി, ഇത് പട്ടിയട പട്ടി. ഇനി നമ്മൾ എന്താ ചെയ്യ? നമ്മള് എന്റെ പത വന്നു. ഇടായത് അത്രയും ദൈവാധീനമുള്ള ഈ വീട്ടിൽ താമസിക്കണം നിങ്ങളെല്ലാവരും ഭാഗ്യവന്മാരാ. ശരിക്കും എനിക്ക് ഇവിടുന്ന് പോവാൻ തോന്നുന്നില്ല. ഇവിടുത്തെ ഓരോ തൂണും കാണുമ്പോ എനിക്കിങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കാൻ തോന്നാ. ഈശ്വര എന്താ വീടല്ലേ. ഒരു വീടിന്റെ ഐശ്വര്യം തൂണുകളാണ്. തൂണുകളുള്ള വീടുകൾ കാണുമ്പോ ഈശ്വരൻ കുടിയിരിക്കണ പോലെ തോന്നും. തൂണിലും തുരുമ്പിലും ഈശ്വരനുണ്ടെന്നല്ലേ. ഈ വീട് ഒരു സ്വർഗാണ്. സ്വർഗമാണ് ഈ വീട്. എനിക്ക് ഈ വീടിനെ സ്നേഹിച്ചത് മതി. ഇങ്ങനെ നാണിച്ചു നിന്നാലോ? വരൂ, എന്റെ ആദ്യത്തെ ഫസ്റ്റ് നൈറ്റാ. ഏട്ടന്റെയോ? എന്നെ കണ്ടിട്ട് ഒന്നും തോന്നുന്നില്ലേ? ദേഷ്യം വരുമ്പോ എന്റെ ഏട്ടനെ കാണാൻ എന്ത് രസമാ. ഐ ലവ് യു, ഐ ലവ് യു. എന്താ മോനെ, എന്തു പറ്റി? ഇവന്റെ മൃഗം പുറത്തിയാടിയാ? നീ ഒന്നും പറയണ്ട. ഒരാണിന് ഏറ്റവും ആവശ്യം കൺട്രോളിംഗ് പവറാ. നീ ശവത്തിനെ വിളിച്ചോണ്ട് പോകുന്നുണ്ടോ? രാമാനുജ തേങ്ങ ഉടക്കടാ. ഭഗവാനെ സർവ്വക്കിനങ്ങൾ എല്ലാം പെട്ടെന്നാണല്ലോ ഈശ്വര. എന്താടാ പട്ടി നീ ഉടച്ചത്? അത് പടക്കക്കട തേങ്ങക്കട അടുത്തടുത്ത്. ഇനി ചിലപ്പോ അത് വാ മോളെ, നീ വല്ലാണ്ട് കഴിഞ്ഞു. ഇതൊക്കെ കെട്ടിച്ചുമന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുന്ന എന്തിനാ? മേക്കപ്പ് ഒക്കെ വീട്ടിൽ ചെന്നിട്ട് ആയിക്കൂടെ? കുളി കഴിഞ്ഞാൽ നനവോടെ എന്നെ ദേഹത്ത് പറ്റണം, എന്നാലേ വെളുക്കുള്ളൂ. ഭയങ്കര വിലയാ. ദേഹം വെളുത്തില്ലെങ്കിലും നമ്മുടെ കുടുംബം വെളുത്ത് കിട്ടും. അവനവന്റെ സൗന്ദര്യം അവനവൻ തന്നെ സൂക്ഷിക്കണം. അല്ലെങ്കിൽ ഒരു 40 വയസ്സ് ആവുമ്പോഴുണ്ടല്ലോ ഇതുപോലെ കളവന്മാരെ പോലെ ആവും. അമ്മമ്മ അങ്ങനെ പറയരുത്. എല്ലാ മതങ്ങളും ഒന്നാ, എല്ലാ ദൈവങ്ങളും ഒന്നാ. ഉദാഹരണത്തിന് ഇപ്പോ ക്രിസ്ത്യാനികളുടെ ക്രിസ്തുവിൽ ക്രിയുണ്ട്. ഞങ്ങളുടെ കൃഷ്ണനിലെ ക്രിയുണ്ട്. പിന്നെ മുസ്ലിങ്ങളുടെ മുക്രിയിലെ ക്രിയുണ്ട്. ഞങ്ങളുടെ കൃഷ്ണൻ കാളിനെന്ന പാമ്പിന്റെ നിറകുന്തലിൽ ചവിട്ടി. നിങ്ങളുടെ ഗീവർസുണ്ടാലും പാമ്പിന്റെ വായിൽ കോലിട്ട് കൊത്തി. കുന്തം എന്റെ തേങ്ങാപ്പൂരാണെങ്കിലും കുത്തോണ്ട് പാമ്പിനല്ലേ. അമ്മമ്മയുടെ എനിക്കൊന്ന് പറയാനുള്ളൂ. ധർമ്മ സംസ്ഥാപനാർത്ഥായ സംസ്ഥാന സമ്മേളനം വല്ല മനസ്സിലായോ? ഇല്ല. എനിക്കൊന്നും മനസ്സിലായില്ല. നമ്മളൊന്നും വേണ്ട പോണ്ട, നമുക്ക് കടലിൽ തിരയണി. എന്തോര് പറഞ്ഞേ? 360 രൂപ വേണോന്ന് നിങ്ങക്ക് നേരത്തെ പറഞ്ഞോടായിരുന്നോ? 2 ദിവസം മുമ്പ് ഓർമ്മിപ്പിച്ചതാ. അപ്പൊ എല്ലാം കൂടി ഡിസ്ചാർജ് ചെയ്യുമ്പോ അടയ്ക്കാന്നല്ലേ പറഞ്ഞേ? തോന്നുമ്പോ തോന്നിയല്ലോ. എന്ത് ആശുപത്രി ബ്ലേഡ് കമ്പനിയാ? നിങ്ങളുടെ കള്ളക്കളി എന്റെ അടുത്ത് വേണ്ട. എന്ത് കളി? കള്ളക്കളി. നിങ്ങളുടെ പേഷ്യന്റിന്റെ ബ്ലഡും യൂറിനും ടെസ്റ്റ് ചെയ്തത് തന്നെയാ. യൂറിൻ ചിലപ്പോ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും, പക്ഷെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ സമ്മതിക്കില്ല. ആ ഇരിക്കുന്ന മനുഷ്യന്റെ ശരീരത്തിൽ ഒരു തുള്ളി ബ്ലഡ് ഇല്ല, ഫുൾ ചാരായ. ബ്ലഡ് ഉണ്ടായിരുന്നെങ്കിൽ അയാളെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുമായിരുന്നോ? കണ്ണി ചോരയില്ലാത്തവൻ. മുണ്ടഴിച്ചിട്ട് ഒരു പട്ടിയെ ഞാൻ ബഹുമാനിക്കില്ലടാ. വർഷങ്ങളായിട്ട് വെജിറ്റേറിയൻ മാത്രം കഴിച്ച് ജീവിക്കുന്ന പട്ടിയത്. ഇറച്ചി കഷ്ണം കണ്ട വിടൂല. മുണ്ടഴിച്ചിട്. ഒന്നും ചെയ്യരുത്. 1 കിലോ ബീഫ് ഞാൻ പുറത്തുനിന്ന് മേടിച്ചു തരാം. 1 കിലോയോ? എടാ ഈ പട്ടി പ്രശ്നമാടാ.
കൊരയ്ക്കുന്ന പട്ടി കടിക്കില്ലെന്നാണ് പ്രമാണം. ഈ പട്ടി കുരയ്ക്കുന്നില്ലല്ലോ, അപ്പൊ കടിക്കുമെന്ന് ഉറപ്പായി. എനിക്ക് പേടിയാവുന്നതാ. പേടിക്കരുത്. പട്ടി നോക്കണം കണ്ട. പട്ടിയെ നമുക്ക് പേടിയില്ലെന്ന് നമ്മുടെ കണ്ണുകളിലൂടെ അറിയണം. അതെങ്ങനെ? നമ്മുടെ കണ്ണുകളിൽ തീഷ്ണത വരുത്ത്. ഈ കഷ്ണം തീഷ്ണത നോട്ടം കൊണ്ട്. ആ ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ ഇങ്ങനെ ഒരാളെ കണ്ടിട്ടുള്ളൂ, സൂപ്പർമാൻ. പാന്റ് ഇട്ട് അതിന്റെ മേളിൽ ജെട്ടിയിട്ട്. ഇതെന്താ സൂപ്പർ കേളാ? ഓ അവനും ഇണങ്ങിയ വേഷിട്ടാ പോരെ. കണ്ണാടി ഒന്നും നോക്കാറില്ലേ? ഇതും അങ്ങനെ എടുത്തതാണോ? യെസ്. എടാ നീ ഒന്ന് ആഞ്ഞു പിടിച്ച ഈ പന്തല് പൊളിക്കുന്നതിന് മുമ്പ് ഒരു കല്യാണം കൂടി നടത്തിട്ട് പോവാ. നിങ്ങൾ രണ്ട് കുടുംബക്കാർ തമ്മിലുള്ള അവിഹിത ബന്ധം സ്ട്രോങ് ആക്കി ചെയ്യാം. Your home appliance of the two families, you are the link. Lingo? No. You are the link of the link. The two family attached to the bathroom, your family's food and accommodation. What do you mean? അങ്ങനെയൊന്നുമില്ല. നെയ്മീൻ, ചാളമീൻ, അയലമീൻ, പിലോപ്പിമീൻ. കൊച്ചു കൈ കാണിച്ചിട്ട് നിർത്താണ്ട് പോയാല്. വാ കേറി. ഇന്ന് ലേറ്റ് ആയി. ബെല്ലടിക്കുന്നു കേട്ടോ. ഈ ചക്കയുടെ സൈക്കിൾ വിറ്റിട്ട് ഒരു ബൈക്ക് വാങ്ങിച്ചൂടെ? പണ്ടാരടങ്ങാനായിട്ട് ഇനി എന്നെയും കണ്ടുപോയിട്ട് പോത്ത് കുത്തിച്ചാവണ്ട. അയ്യോ ബാഗ് എടുത്തില്ല. ബാഗ് എടാ ഉണ്ണി, അവളുടെ ആങ്ങളായിട്ട് വന്നേക്കണ്. ഞാനടാ ഉണ്ണി. അതൊക്കെ പള്ളി പറഞ്ഞാ മതി. മിണ്ടരടാ, ഞാനടാ ഉണ്ണി. എന്താ എന്തു പറഞ്ഞൂടാ? അയാൾ എന്താ പറഞ്ഞെന്ന്? ഒന്നും പറഞ്ഞില്ല, പക്ഷെ എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട്. അയ്യോ. ഹലോ, എടാ ഏയോ ഔവൽസ് പറഞ്ഞ് കളിക്കാതെ നീ എങ്കിലും ഒന്ന് കാര്യം പറയടാ. ഐ സീ യു. ഓ യു സീ മീ. എടാ പീറ്റർ ഐസിയുലാണ്. തിളച്ച വെള്ളം എവിടെ ഒഴിക്കണ്ടേ? തന്റെ തലയിൽ ഒഴിക്കടോ. എന്താ പറഞ്ഞ? എന്താ? ഓ എന്താ മസില് കണ്ടിട്ട് കൊതിയാവുക. സിക്സ് പാക്ക് കാണല്ലേ ചേട്ടാ? വിങ്സ് ഇല്ലേ? പിന്നെ കൈ പൊക്കി വിരിക്കാൻ പറ്റോ? പിന്നെന്താ? ശരിക്കും മുകളിലേക്ക് കാണിച്ച് വിരിക്കാൻ പറ്റോ? പിന്നെ നോക്കട്ടെ, ഒന്ന് കാണിക്കുന്നേ. അടിപൊളി. സോളമാ കുണ്ടുകുഴി റോഡാകുമ്പോ കുണ്ടുകുഴിയൊക്കെ ഉണ്ടാവും. അതല്ല, കുണ്ടുകുഴി വെച്ച് അന്വേഷിക്കുന്നുണ്ട്. ആണോ? അമ്മച്ചി നടന്നോ, ഞാൻ അച്ഛനെ കണ്ടിട്ട് വരാം. സുഖമൊരു ബിന്ദു. ഭാര്യയെ കാണാൻ പോകുമ്പോ നീ എന്നെ മോർച്ചല്ലാക്കുന്നു. റോസിക്ക് എന്റെ സ്വഭാവവും പ്രവർത്തികളും ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ ഈ വീട്ടിൽ നിന്ന് റോസ് എങ്ങോട്ടെങ്കിലും പൊക്കോളൂ. റോസിക്ക് അറിയാമോ, അമ്മമ്മ നിർബന്ധിച്ചുകൊണ്ട് മാത്രാ ഞാൻ ഈ ചട്ടമുണ്ട് എടുത്ത് കൊടുത്തത്. ഭ്രാന്തുള്ളൊരു സ്ത്രീക്ക് അല്പം സന്തോഷം കൊടുത്തത് ഇത്ര വലിയ തെറ്റായി പോയോ? അമ്മമ്മ പറഞ്ഞ അനുസരിച്ചില്ലെങ്കിൽ പെട്ടെന്ന് അവർക്ക് ഭ്രാന്ത് കൂടി അത് ഹാർട്ട് അറ്റാക്കായി കരളിനെ ബാധിച്ചാൽ. അല്ലെങ്കിലും ഞാനിവിടെ വന്നപ്പോ മുതല് റോസ് എന്നെ വിട്ടിട്ട് പീഡിപ്പിക്കല്ലേ. എന്നോടിങ്ങനെ പോരെടുക്കാൻ എന്ത് തെറ്റാ ഞാൻ ചെയ്തത്? ജോൺഫിയുടെ ഡ്രസ്സ് എടുത്തതിനെ ഫ്രണ്ടി പറഞ്ഞിട്ട് റോസ് എനിക്ക് തന്നോ? എന്നെ ഒരു ബ്രദറായിട്ട് കാണാൻ ബുദ്ധിമുട്ടാണെങ്കിൽ എന്നെ ഒരു സിസ്റ്ററായിട്ട് കണ്ടൂടെ? അതെങ്ങനെയാ? ഞാനൊരു അനാഥയാണല്ലോ, ആർക്ക് വേണേലും എന്നിട്ട് തട്ടി കളിക്കാം. ഇനിയും എന്നെ കുത്തുവാക്ക് പറഞ്ഞ റോസ് ദ്രോഹിക്കുകയാണെങ്കിൽ എല്ലാത്തിനും കാരണക്കാരി റോസി അത് ഞാൻ എഴുതി വെച്ചിട്ട് ഞാൻ വല്ല കടുകയും ചെയ്യും. നോക്കിക്കോ. മുകളിലേക്ക് മാങ്ങപറി, താഴേക്ക് ചെളികുത്ത്. മാങ്ങപറി ചെളികുത്ത്, മാങ്ങപറി ചെളികുത്ത്. മാങ്ങ പറിച്ചിട്ടേ ചെളികുത്താവൂ. ദർശനം ചെളി മാത്രം കുത്തിക്കൊണ്ടിരിക്കുന്നത്. മാങ്ങ പറിക്കുമ്പോൾ നിന്റെ കെട്ടിയം വരുമോ? എല്ലാവരും ചിരിച്ച മതി. ഇനി അടുത്ത സ്റ്റെപ്പ് മാങ്ങപറി ചെളിക്കുത്ത്, പിന്നെ കടലില് വല വീശ്, പിന്നെ മത്തി വിൽപ്പന. ഹോയ് 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 ഹോയ്. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒരു ഹോയ് വിടുന്നത് വളരെ നല്ലതാ. അതാരാ അങ്ങനെ ഒരു ഹോയ് വിട്ടത്?
ഇവനെയൊക്കെ 10 മാസം ചുമന്നു പറ്റതൊക്കെ വെറുതെയാ. അമ്മച്ചി അമ്മച്ചി എപ്പോഴെപ്പോഴും ഇങ്ങനെ 10 മാസത്തിന് കണക്ക് പറയല്ലേ. അമ്മച്ചി ഒരു കാര്യം ചെയ്, ഈ കൊട്ടലേക്ക് കയറിയിരിക്കെ. എന്നിട്ട് ഞാൻ എന്റെ അമ്മച്ചൻ ചുമന്നുകൊണ്ട് ഒരു 12 മാസം ഇങ്ങനെ നടക്കാം. എന്നിട്ട് ആ കണക്ക് അങ്ങോട്ട് വീട്ടാ പലിശ അടക്കം. കണ്ടിട്ടുള്ള ആളല്ലല്ലോ. എങ്ങനെയാ കിണറ്റ് വീണത്? എങ്ങനെയാ വീണതെന്ന് വീണ്ടും കാണിച്ച ആള് തട്ടിപ്പോവില്ല അപ്പ. എന്താ പേര്? വിശക്കണു. വെസ്കണുവിന്റെ നാട് എവിടെയാ? വിശക്കണമെന്നാ പറഞ്ഞത്. ആ ചോറെടുത്ത് കൊടുക്കടി. ബൈ ദ ബൈ, കിണറ്റിനടിയിൽ ഓക്സിജൻ ഉണ്ടായിരുന്നോ? ഇല്ല, ഞാൻ ഒറ്റയ്ക്കായിരുന്നു. തല വെക്കാനായിട്ട് അടുത്ത റെയിൽവേ പാളല്ലേ ഉള്ളൂ അപ്പ. ഇതാ എന്റെ വീട്. അവസാനം നമ്മൾ കണ്ടുപിടിച്ചു. ഇതെന്തിനാ വെച്ചിരിക്കുന്നത് അറിഞ്ഞൂടെ? നീ വേലയാടാതിരിക്കാൻ. ആരാ ഇവിടെ പൈസ കൊടുക്കണ? മാറി. അയ്യോ അമ്മേ, ഒന്നും പറ്റിയോ? ഞാനല്ല, ആരാ വന്നിരിക്കുന്ന നോക്ക്. പറഞ്ഞേട്ടില്ലേ ആരാ വന്നേക്കണേ നോക്കണേ. നോക്ക ലഡു ഒക്കെ ഉണ്ടല്ലോ. ചേട്ടാ ഈ ചെറുപഴം എന്താവല? ചേട്ടാ ഡെറ്റോൾ ഉണ്ടോ? ഇല്ല, ചമ്മന്തി ഉണ്ട്. ചമ്മന്തി വെച്ച് ആരെങ്കിലും കൈ ഒഴുകോളൂ. കുറച്ച് ചൂടോളം തന്നെ. കണിയുണ്ടതാവും. തനിക്കൊരു ജെട്ടി ഇട്ടുടോ.